ശ്രീകാന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ ശരിയായി സൂചിപ്പിച്ചതുപോലെ, കാർഷിക വിളവെടുപ്പ് സമയത്ത് തൊഴിലുറപ്പ് പദ്ധതി പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ആരോപണം ശരിവെക്കപ്പെടുകയാണ്. കർഷക ജോലികൾക്ക് ആളെ കിട്ടുന്നില്ല, തൊഴിലുറപ്പിന് ആളുകൾ പോയി കഴിഞ്ഞാൽ ഈ പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി ആ സമയത്ത് പാടില്ല എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ക്രൂരത ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് തൊഴിലാളികളെ വേണം ആട്ടിത്തെളിച്ച് കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ടാവുമല്ലോ. പിന്നെ ഈ 125 തൊഴിൽ ദിനങ്ങളുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. നമുക്ക് നേരത്തെ തൊഴിൽ കൊടുക്കുക, 100 ദിവസത്തെ തൊഴിൽ എന്നുള്ളത് ഉറപ്പായിട്ടും കൊടുക്കണമായിരുന്നു. ഇപ്പോൾ തൊഴിലുണ്ട് എങ്കിൽ ബജറ്ററി അലോക്കേഷൻ ഉണ്ടല്ലോ, ഗവൺമെന്റ് പണം കണ്ടിട്ടുണ്ട്, ആ പണത്തിന് അനുസൃതമായ തൊഴിൽ അത്രേ പറ്റൂ. ഇനി അതിൽ കൂടുതലാണ് ആവുന്നത് എങ്കിൽ സംസ്ഥാനങ്ങൾ മുടക്കണം ബാക്കി പൈസ. 40% സംസ്ഥാനങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കൾ കൊടുക്കുന്ന പണത്തിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. എങ്ങനെയായിരുന്നു ഈ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്? അതിനെ സമ്പൂർണ്ണമായി അട്ടിമറിക്കുകയാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞോളൂ ശ്രീ അഭിലാഷ്, ഞാൻ താങ്കളുടെ ഈ ചോദ്യത്തിന് വരുന്നതിന് മുമ്പ് നേരത്തെ CPM-ന്റെ പ്രതിനിധി ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാം. ഞാനൊരു കണക്ക് പറയാം. ഞാൻ കണക്ക് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ ശ്രീ ശിവദാസ് MP-യെ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഡിബേറ്റ് നടത്തും. ഞാനൊരു കണക്ക് ഇവിടെ പറയാം. 2009-2010 UPA സർക്കാർ ഉണ്ടാകുമ്പോൾ ബജറ്റിൽ അനുവദിച്ച തുക 39,000 കോടി രൂപയാണ്. അതേ വർഷം അവിടെ ചെലവഴിച്ചത് 33,539 കോടി രൂപയാണ്. അവിടെ 5,460 കോടി രൂപ ലാപ്സായി. അങ്ങനെ വരുന്നു. ഏറ്റവും അവസാനം 2012-13 ആകെ 33,000 കോടി രൂപ മാത്രമാണ് ഈ UPA സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതായത് 2009-10 തങ്ങളുടെ ഏറ്റവും മികച്ച പദ്ധതിയാണ് ഇത് എന്ന് പറയുന്ന UPA സർക്കാർ ഭരിക്കുമ്പോൾ ആ 2009-10 39,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 33,000 കോടി രൂപ മാത്രമാണ് 2012-13 ഏറ്റവും അവസാന വർഷം അനുവദിച്ചിട്ടുള്ളത് UPA സർക്കാർ. ആരാണ് ഈ പദ്ധതിയെ നേരായിട്ട് കൊണ്ടുപോയത് എന്നുള്ളത് മറ്റൊരു കണക്കും കൂടി ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം 2016-17 38,500 കോടി രൂപയാണ് അനുവദിച്ചത്. ആ വർഷം ചെലവഴിച്ചത് 48,219.05 കോടി രൂപയാണ്. അതായത് 9,719.05 കോടി രൂപ അധികം അനുവദിച്ചു. വീണ്ടും ബജറ്റ് അലോക്കേഷനേക്കാളും UPA സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ബജറ്റ് അലോക്കേഷൻ്റെ ലാപ്സ് ആവുന്നതല്ല. ബജറ്റ് അലോക്കേഷൻ ഫലപ്രദമായിട്ട് പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് കൂടുതൽ പണം അനുവദിക്കേണ്ടി വന്നു. അത് അനുവദിച്ചു. അങ്ങനെ വരുന്നു. ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണം 2020-21 കൊറോണ സമയത്ത് 61,500 കോടി രൂപയാണ് ബജറ്റ് അലോക്കേഷൻ. അവിടെ 1,11,117 കോടി രൂപ ചെലവഴിച്ചു. 49,970 കോടി രൂപയാണ് അധികമായിട്ട് ചെലവഴിച്ചത്. ആയിട്ടില്ല, നിൽക്കട്ടെ. അതിനുശേഷം 73,000 കോടി രൂപയാണ് പിന്നെ ബജറ്റ് അലോക്കേഷൻ 21-22. ആ വർഷം 98,467 രൂപ ചെലവഴിച്ചു എന്ന് വെച്ചാൽ 25,467.85 കോടി രൂപ അധികമാണ്. അതേപോലെ പോകുന്നു. അതിന് തൊട്ടടുത്ത വർഷവും ശ്രീ ശിവദാസ്, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. താങ്കൾ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണ്. 98,467 ബജറ്റ് അലോക്കേഷൻ അല്ല. അവിടെ ബജറ്റ് അലോക്കേഷന് ശേഷം കൂടുതലായിട്ട് ചിലവ് വന്നത് ലേബർ ബജറ്റ് വന്നു. അവിടെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള റിവൈസ് ആയിട്ടുള്ള പണമാണ്. അതിനുശേഷമാണ് 76,000 കോടി 2024-25 കൊടുത്തത്. ആ വർഷം അതിനേക്കാൾ കൂടുതൽ ചിലവ് വന്നിട്ടുണ്ട്, അത്ര കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷവും ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ലേബർ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ലേബർ ബജറ്റ് എല്ലാ സംസ്ഥാനങ്ങളും, സെൻട്രൽ ഗവൺമെൻറ് അല്ല, നരേന്ദ്രമോദി സർക്കാർ അല്ല അനുവദിക്കുക. ലേബർ ബജറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ അനുസരിച്ച് വരുന്ന പദ്ധതികളാണ്. അത് മാനദണ്ഡങ്ങളനുസരിച്ച് അനുവദിച്ചു കൊടുക്കുകയാണ്. അത് കാലാകാലങ്ങളായി അതിന് അവലോകനം നടക്കും. കൂടുതൽ പണം വേണമെങ്കിൽ കൂടുതൽ പണം അനുവദിക്കുന്ന രീതിയാണുള്ളത്. അത് ഇന്നുവരെ പിന്തുടർന്നിട്ടുണ്ട്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വീണ്ടും പറയുകയാണ്, ഈ വർഷവും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും എത്രയാണ് പണം ചെലവഴിച്ച് എന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതൊന്നും സീക്രട്ട് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ നടപ്പിലാക്കിയിട്ടുള്ളൊരു സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. താങ്കൾ ചോദിച്ചത് ഇതിൽ രാഷ്ട്രീയമായിട്ട് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ ഇതിനെ ചുരുക്കി കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിന്ദിച്ചതായിട്ട് പറയുന്നതാണ് ഏറ്റവും വലിയ
ഒരു എന്താ രാഷ്ട്രീയ കാപ്പട്യം BJP-ക്കെതിരായിട്ടൊരു ആയുധമാക്കിയിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ശ്രീ ലിജു ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ മഹാത്മാഗാന്ധിയോട് സ്നേഹമുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ല ആദ്യം തുടങ്ങിയിട്ടുള്ളത്. ആ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ളത് നെഹ്റുവിൻ്റെ പേരിലാണ്. നെഹ്റുവിൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ചെയ്തത് നെഹ്റുവിൻ്റെ പേരിലൊരു യൂണിവേഴ്സിറ്റി JNU തുടങ്ങിയത് മഹാത്മാഗാന്ധിയുടെ പേരിലല്ല. മഹാത്മാഗാന്ധിയോട് എങ്ങനെ മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമാണ് വേണ്ടത്. മഹാത്മാഗാന്ധിയുടെ പേരിൽ എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയട്ടെ, അല്ല, ഇപ്പൊ താങ്കൾ കോൺഗ്രസിനോട് ചോദിക്കുന്നു, നിങ്ങൾ അധികാരത്തിലിരുന്ന സമയത്ത് ആദ്യം മഹാത്മാഗാന്ധിയുടെ പേരിൽ എന്ത് പ്രോജക്റ്റുകൾ തുടങ്ങി എന്ന് താങ്കൾ ചോദിച്ചല്ലോ. ഓക്കെ, വേണമെങ്കിൽ അതിന് ഉത്തരമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് തന്നെ അത് ഉത്തരം പറയാതല്ലാതെ ഉണ്ട്. പറയാം അല്ല, എനിക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അഭിലാഷ്, താങ്കളുടെ ചാനൽ അടക്കം വളരെ വിശദമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു പദ്ധതിയുണ്ട്. സബർമതിയിലെ മഹാത്മാഗാന്ധിയുടെ ആശ്രമം, സബർമതി ആശ്രമം 1200 കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടെ വികസനത്തിന് വേണ്ടി റീഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 1200 കോടി രൂപ തകർക്കുന്ന വിധത്തിൽ അത് ഒരു കൺവെൻഷൻ സെന്റർ പോലെ ആക്കി. അങ്ങനെ അല്ലല്ല, നരേന്ദ്രമോദിജി 2024 1200 കോടി രൂപയുടെ സബർമതി ആശ്രമം ചെയ്യുന്ന 1200 കോടി രൂപയുടെ 1200 കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദിജി പ്രഖ്യാപിക്കുകയും അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യും. അതെന്നുവെച്ചാൽ പ്രഖ്യാപിച്ച സമയത്തിന്റെ കാര്യം നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ എത്ര ആകെ ആഘോഷിച്ച ഒരൊറ്റ സർക്കാരേ ഉള്ളൂ, അത് നരേന്ദ്രമോദി സർക്കാർ. നമ്മൾ കാണാതെ പോകരുത്. ഈ വിഷയത്തിൽ റേഡിയോ പോലെ പറയുന്നത് മാത്രമാകല്ലേ. ഞാൻ ഈ ഗ്രോക്കിനോട് പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള പദ്ധതികളെ കുറിച്ച് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു. അപ്പൊ അവരെല്ലാ പദ്ധതികളുടെയും പേര് പറഞ്ഞു. ഞാൻ വായിച്ചു തരാം, അപ്പൊ അങ്ങേക്ക് മനസ്സിലാവും. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, അടൽ പെൻഷൻ യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ മിഷൻ, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത് പദ്ധതി, പ്രധാനമന്ത്രി കൃഷി സഞ്ചാൽ യോജന, പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, ഇങ്ങനെ തുടങ്ങി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, മിഷൻ ശക്തി, ദീൻദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, PM സുരക്ഷാഗർ മുഫ്തി ബിജ്ലി യോജന, PM വിദ്യാലക്ഷ്മി യോജന, വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എല്ലാ പദ്ധതികളും ഒന്നുകിൽ പ്രധാനമന്ത്രിയുടെ സ്വന്തം പേരിൽ അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെയോ ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ ദേശീയ പ്രസ്ഥാനങ്ങളുടെയോ ഭാഗമായ ഒരാളുടെ പേരിൽ പോലും ഒരു ചെറിയ പദ്ധതി പോലും നിങ്ങളുടെ കാലത്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞാൻ വായിച്ച പദ്ധതികൾ 80% പ്രധാനമന്ത്രിയുടെ പേരിലാണ്. അപ്പോൾ നരേന്ദ്രമോദി നോക്കുമ്പോൾ എല്ലാ പദ്ധതികളും എന്റെ പേരിലാണ്, പിന്നെ വെറുതെ ഒരെണ്ണം എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ കിടക്കുന്നത്? പിന്നെ അതും കൂടെ അങ്ങ് മാറ്റിക്കളയാം എന്ന് വിചാരിച്ചായിരിക്കുമോ പേര് മാറ്റിയത്? അല്ലല്ല അഭിലാഷ്ജി, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ അംബേദ്കറുടെ പേരിൽ ഈ കോൺഗ്രസ് ഏതെങ്കിലും ഒരു മെമ്മോറിയൽ സ്ഥാപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്തെ പദ്ധതികളുടെ കാര്യം നിങ്ങളുടെ 2014 മുതലുള്ള വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ഞാനിപ്പോൾ വായിച്ചത്. അല്ലല്ല, താങ്കൾ കോൺഗ്രസിന്റെ ശ്രീ അഭിലാഷ്, താങ്കൾ കോൺഗ്രസിന്റെ വക്താവല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 450-നേക്കാൾ കൂടുതൽ പദ്ധതികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഗാന്ധിജിയുടെ പേരിൽ എത്രയുണ്ട് ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ ഗാന്ധിജിയുടെ പേരിലല്ല ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ദിരാഗാന്ധി സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആയിട്ടില്ല. അംബേദ്കറോ ഏത് ദേശീയ നേതാവോ ആവട്ടെ, ഏതെങ്കിലും ഒരു ദേശീയ നേതാവിന്റെ പേരിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? പ്രധാനമന്ത്രിയുടെ പേരിലാണ് ഏറ്റവും കുറഞ്ഞത് സ്റ്റേഡിയം വരെ. പറയാൻ അനുവദിക്കണം.
ഏറ്റവും വലിയ പറയാൻ സ്റ്റേഡിയം അനുവദിക്കണം, സർ. രാജ്യത്തുണ്ടാക്കിയപ്പോൾ അതിനും താങ്കൾ പ്രധാനമന്ത്രിയുടെ പറയാൻ പേരാണ്. അപ്പോൾ പിന്നെ അനുവദിക്കണം. ചോദ്യം ഗാന്ധിജി ചോദിച്ച് എന്ന് പറയുന്നത് താങ്കൾ രാഹുൽ- ഗാന്ധിജിയുടെ പേര് ശ്രീ എന്ന് പറയുന്നത് അഭിലാഷ്, താങ്കൾ രാഹുൽ ബാധ്യതയാവുന്നു. ഗാന്ധിയെ പോലെ ആകരുത്. താങ്കൾ ഗാന്ധിജിയുടെ രാഹുലിനെ പേര് പോലെ ആകരുത്. ഗാന്ധിജിയുടെ താങ്കൾ പേര് രാഹുൽ നിങ്ങൾക്ക് ഒരു ഗാന്ധിയെ പോലെ ബാധ്യതയാവുന്നു. ആകരുത്. അതാണ് പ്രശ്നം. ചോദ്യം ചോദിക്കുക, ഉത്തരം കേൾക്കാതെ പോവുക എന്നുള്ളതല്ല. ആ രാഹുൽ ഗാന്ധിയെ പോലെ ആകരുത്. കഴിഞ്ഞ ചോദ്യം ചോദിച്ചാൽ 10 മിനിറ്റ് ഉത്തരം താങ്കളാണ് പറയാൻ സംസാരിക്കുന്നത്. അവസരം തരണം. ഉത്തരം കേൾക്കാനുള്ള ക്ഷമയും സമയം വേണം. അല്ല, താങ്കളാണ് രാഹുൽ കഴിഞ്ഞ ഗാന്ധിയെ 10 പോലെ മിനിറ്റായി ആകരുത്, സംസാരിക്കുന്നത്. ശ്രീ ഞാൻ ഇടപെട്ട അത് ഇടയ്ക്ക് മോശം. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ.